നമസ്കാരം. കഴിഞ്ഞ 8.5 വർഷത്തിന് ശേഷം കോടതി വിധി വന്നിരിക്കുകയാണ് ദിലീപ് കുറ്റക്കാരനല്ലാന്ന്. പക്ഷേ ഈ നാളുകളിൽ ജനങ്ങൾക്ക് ദിലീപിനെതിരെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സംസാരിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സോ ആസ് എ ലോ സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതൊരു കോൺട്രവേഴ്ഷ്യൽ കേസാണ് ഫസ്റ്റ് ഓഫ് ഓൾ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സൈഡ്സ് പിടിക്കാനായിട്ട് ആളുകളുണ്ട് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ തന്നെ. പക്ഷെ ഞങ്ങളിതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇവൻച്വലി ഇൻ ദ എൻഡ് നമുക്ക് ജസ്റ്റിസ് മുന്നോട്ട് വരുവാണ് വേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കോർട്ടിൻ്റെ ഡിസിഷൻ പുറത്ത് വന്നു, അത് ആളുകൾ മാനിക്കുന്നവരും ഉണ്ട്, അതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്നവരും ഉണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനി അപ്പെക്സ് കോർട്ടിൻ്റെ അടുത്തുനിന്ന് നമുക്കൊരു വിധി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതേമാതിരി ഈ എന്താ പറയുക, ഈ കോൺട്രവേഴ്സിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആക്ടറും അതുപോലെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആ ഒരു വുമൺ ആക്ട്രസും ഉണ്ട്. സോ ഇവരുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ ആസ് എ എന്താ പറയുക, ആസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആസ് എ പബ്ലിക് ജനറേഷൻ, പബ്ലിക്കിലുള്ള ആളുകൾ എന്ന വിധത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ആകാനായിട്ടുള്ള അങ്ങനെ സൈഡൊന്നും പിടിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, മൂവിങ് ഫോർത്ത് ഞങ്ങൾക്ക് അങ്ങനെ സൈഡ് പിടിക്കാൻ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് വി ആർ റെഡി ടു അക്സെപ്റ്റ്. ബിക്കോസ് നമുക്ക് എന്താണ് ബിഹൈൻഡ് എന്ന് നമുക്കറിയില്ല. സോ അത് ജുഡീഷ്യറി കോർട്ട് ഡിസൈഡ് ചെയ്ത് അവർ തീരുമാനം എടുക്കുന്നതായിരിക്കും. അവർക്കൊപ്പമാണ് അതാ ആസ് എ ലേഡി ഞങ്ങൾ എല്ലാവരും അവർക്കൊപ്പമാണ്. ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ചെയ്തിട്ടില്ല, കള്ളവാണ്, പച്ചക്കള്ളവാണ് പറഞ്ഞത്. പക്ഷേ ജസ്റ്റിസ്, ഹാഫ് ജസ്റ്റിസ്, ഷി ഗെയിൻ ഹാഫ് ജസ്റ്റിസ്. ഐ വുഡന്റ് ലൈക്ക് ഫുള്ളി ജസ്റ്റിസ് ഒന്നും പറയില്ല, ബട്ട് ഹാഫ് ജസ്റ്റിസ്. ബിക്കോസ് it clearly happened 8 years മുന്നേ. it have clearly happened. And for the matter of fact, ദിലീപ് പുള്ളിക്കാരൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. ആൻഡ് അതൊരു പേഴ്സണൽ ചോയ്സ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ലൈക്ക് ഇഫ് യു വാണ്ട് ടു സീ ഹിസ് ഫിലിം, യു ക്യാൻ ഗോ ആൻഡ് സീ ഹിസ് ഫിലിം. ബിക്കോസ് ലൈക്ക് പുള്ളിക്കാരൻ മാത്രമല്ല അതിനകത്ത് അഭിനയിക്കുന്നത്, കുറേ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ബാക്ക് ആൾക്കാരും ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ടു സീ, യു ക്യാൻ സീ. ബട്ട് കാണരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് ആർക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെയാണ്. ബട്ട് ഓൾവേസ് അവർക്കൊപ്പം. ആക്ച്വലി ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പൈസ കൊടുത്ത് ജസ്റ്റിസ് വാങ്ങാന്ന് വെച്ചാൽ അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ ഇതൊരു ലോങ് പ്രോസസ്സാണ്. സോ ആ ഒരു പ്രോസസ്സിനിടയിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സാധിക്കും. പക്ഷേ ലൈക്ക് ജുഡീഷ്യറി, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. സോ ജുഡീഷ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ഇൻ ബിറ്റ്വീൻ പ്രോസസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട്. എൻ്റെ ഒപ്പീനിയൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു ന്യായമായ വിധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഏത് പാതിരാത്രിയിലും പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്താ പറയുക, ഒരു നീതി നടപ്പായ കണക്ക് തോന്നിയില്ല. ഇത്രയും വിവാദമായ ഒരു കേസിന് പോലും ഇങ്ങനൊരു വിധി വന്നപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കോടതി അതിന് അനുയോജ്യമായ ഒരു നീതി നമുക്ക് നേടിത്തരുമെന്ന് ഉള്ള വിശ്വാസം നമുക്ക് പോയി. അതുകൊണ്ട് എന്തോ ഈ കേസിൽ നീതിയാണ് നടന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 8 വർഷം സമയം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഈ 8 വർഷങ്ങൾക്ക് പുറത്തു വരാത്ത കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 8 വർഷം ഉണ്ടായിരുന്നു ഒരാൾക്ക്, അതായത് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ അനുകൂലിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയമുള്ളത് കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു പെൺകുട്ടിക്ക് എതിരെ നടന്ന ആക്രമണത്തിൽ ഇത്രയും ടൈം അതിന് ആ ഒരു വിധിക്ക് വേണ്ടിയിട്ട് എടുത്തത് തന്നെ വളരെ മോശമായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്ന അഭിപ്രായങ്ങളിലോട് എനിക്ക് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് സംഭവിച്ചത് എന്താണ്, അതിപ്പം ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതെ അവരെ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും അവളുടെ സിറ്റുവേഷൻ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാനിതുമായിട്ട് ഒരിക്കലും യോജിക്കില്ല. ദിലീപിന്റെ വിധി വന്നത് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ദിലീപ് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ദിലീപിനൊപ്പമാണ്. കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. പണ്ടോട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു വരുന്നുണ്ട്. തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് എനിക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇല്ല, അതിനെപ്പറ്റി ഞാൻ തിരക്കാറില്ല. ആ ഭാഗം നമുക്ക് ചിന്തിക്കാനും മനസ്സ് അങ്ങനെ ദിലീപിൻ്റെയോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഒരു ഭാഗം ചിന്തിക്കാൻ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ്.
എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് കുറ്റക്കാരനാണ്. അവന് ശിക്ഷ കിട്ടണം. പാവപ്പെട്ട ആ പെൺകുട്ടിനെ അവൻ ദ്രോഹിച്ചവനാണ്. നമ്മുടെ മക്കൾക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള വിഷമം ഉണ്ടാവുകയുള്ളൂ. ആ കൊച്ചിനെ വന്നത് എൻ്റെ മകൾക്ക് വന്നതുപോലെ ഞാൻ കണക്ക് കൂട്ടുന്നു. അവൻ കുറ്റക്കാരനാണ്. അവനെ ശിക്ഷ കിട്ടണം. അത് അവൻ പൈസയൊക്കെ വാരി എറിഞ്ഞ് അവന് സ്വാധീനമുള്ളതിൻ്റെ പുറത്ത് അവൻ ഇറങ്ങി. അവൻ പലരെയും സ്വാധീനിച്ചു. അവന് കോടികളുണ്ടല്ലോ. പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം നടക്കുമല്ലോ. കാശ് കൊടുത്ത് കൈക്കൂലിയെല്ലാം കൊടുത്താൽ ആരാണ് മാറാത്തത്? എൻ്റെ കണക്ക് കൂട്ടലിൽ അവൻ കുറ്റക്കാരൻ 100%. മേൽക്കോടതിയിൽ പോകുമ്പോൾ അവനെ കിട്ടിക്കോളും. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ദിലീപ് എന്ന് പറയുന്ന ഒരു ജനപ്രിയ നായകനാണ്. നമുക്കാർക്കും തോന്നുന്നില്ല പുള്ളി ഇപ്പൊ അങ്ങനെ ഒരു ക്രൈം ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മളെന്തായാലും ദിലീപിന്റെ ഭാഗത്താണ്. നീതി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാണ് ഒരാള് ശിക്ഷ ഇതാക്കുന്നത്? ദിലീപിന്റെ സിനിമ എല്ലാവർക്കും അറിയാം. ജനപ്രിയ നായകനാണ് ദിലീപ് എന്ന് പറയുന്ന. പിന്നെ ഒരു കോമഡി ആർട്ടിസ്റ്റ് പോലെയാണ് ആള്. എന്തുവാ, ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ നല്ല ആക്ടിങ്ങും എല്ലാം ആണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ദിലീപിനെ. 18-ാം തീയതി ദിലീപിന്റെ പുതിയ സിനിമ റിലീസ് ചെയ്യാണ്. ബബ്ബബ എന്നാണ് ഫിലിമിന്റെ പേര്. നമ്മളെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണാൻ വേണ്ടി. നമ്മള് അത് കാണും ഉറപ്പായിട്ട് കാണും. നല്ല വിജയം ആയിരിക്കും. ആളുടെ ഒരു എന്തുവാ ഇപ്പം തിരിച്ചുവരവാണ്. അതൊരു തിരിച്ചുവരവാണ് ആളുടെ. അത് നല്ല വിജയത്തിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ദിലീപിൻ്റെ ഭാഗത്താണ് നിൽക്കുള്ളൂ. കാരണം ഞാൻ ദിലീപിന് കൊച്ചുനാൾ മുതൽ ദിലീപിൻ്റെ മൂവീസൊക്കെ കാണാറുള്ളതാണ്. എനിക്ക് എന്തായാലും അങ്ങനെ തോന്നുന്നില്ല ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന്. കാരണം ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉള്ള ഒരാളും കൂടിയാണ് ദിലീപ് ഏട്ടൻ. അപ്പോൾ ദിലീപിൻ്റെ മൂവി നമ്മൾ എപ്പോഴും കാണും. അത് ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പല ഹേറ്റേഴ്സും പറയും. കാരണം ദിലീപ് ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് ഇത്രയും ഹൈ പൊസിഷൻ എത്തിയിട്ടാണ് ദിലീപിന് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ മനഃപൂർവ്വം എനിമീസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഹേറ്റേഴ്സും ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ബിലീവ് ചെയ്യണം. നമ്മളെല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മൾ ഇനി ദിലീപിൻ്റെ മൂവി ഇറങ്ങുമ്പോൾ ദിലീപിൻ്റെ മൂവിയെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കാണുമത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ ദിലീപിനെയാണ് സപ്പോർട്ട് ചെയ്യണം. കാരണം 8 വർഷമായിട്ടും ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്കായിട്ടാണ് ഇപ്പം തന്നെ ഒരു നിധി തന്നെ കിട്ടിയിരിക്കണം. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ എന്താ പറയുക, ഈ ന്യൂസിൽ എന്താണ് ഇവർക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കിട്ടാതിരിക്കുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് ഇവർ ഇടുന്നത്. അപ്പം അത് നിർത്താനാണ് ഞാൻ ഇപ്പോൾ ഒരു പ്രൂഫ് തന്നെ അധികം ഒന്നും ഇല്ല. എന്നിട്ടും ദിലീപിനെ തന്നെ ഇവർ ഒരുമാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുത്തി സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു തെളിവോ അങ്ങനെ ഒന്നും ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. ഇത്രയും വർഷമായി ഇവർക്ക് ഈ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനപ്രിയ നായകനാണ് നമ്മുടെ ദിലീപ്. ഇപ്പൊ എന്താ പറയാ, അധികം ഹേറ്റേഴ്സോ അങ്ങനെ ഒന്നുമില്ല. ഈ കേസിന് ശേഷമാണ് മിക്കവരെ പോലും ഇപ്പോഴും ഫാൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം മിക്കവരും ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഈ മാധ്യമങ്ങളാണ് ഇതിനെല്ലാം തിരിച്ച് മറിച്ചും റോൾ ചെയ്ത് എന്താ പറയാ ഹേറ്റേഴ്സിന് ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്താ പറയാ 18-ാം തീയതി റിലീസ് ചെയ്യാൻ പോണ ബബ്ബബ എന്ന് പറയുന്ന സിനിമ തന്നെ നമ്മൾ രണ്ടുപേരും ഷുവറായിട്ടും കാണാൻ പ്ലാൻ ചെയ്യണുണ്ടായിരുന്നു. കാരണം കാണാൻ നമ്മള് മെനിങ്ങാന്ന് നമ്മള് പ്ലാൻ ചെയ്യണുണ്ടായിരുന്നു. നമുക്ക് റിലീസ് ചെയ്യണ അന്ന് തന്നെ പോയി കാണണമെന്ന്. കാരണം അതില് ദിലീപിന്റെ സ്റ്റൈലായാലും നല്ല കംബാക്ക് എന്ന് പറയണുണ്ട്. അപ്പം ഞങ്ങളത് കാണാൻ പ്ലാൻ ചെയ്യണുണ്ട്. ദിലീപിന്റെ ഇപ്പൊ സിനിമ കാര്യങ്ങൾ ഇപ്പം ഒരെണ്ണം പുതിയതായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിനിടയ്ക്ക് തന്നെയാണ് ഇപ്പൊ കോടതി വിധി വന്നിട്ടുണ്ട്. കോടതി വിധി വന്ന സമയത്ത് ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു ഇതിനകത്തൊരു പ്രതിയായിട്ടൊരാള് തന്നെ പറയുന്നത് ദിലീപിനെ ഇതിനകത്ത് കരുവാക്കി വെക്കണാണെന്നുള്ളൊരു കുറെ വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് സത്യത്തിൽ എന്താണ് നടന്നെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കോടതിയുടെ അനുമാനത്തിൽ എപ്പോഴും പറയുന്നത് പുള്ളി ഒരു കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലാണ് കോടതി വിധി വന്നേക്കുന്നത്. കാരണം കോടതി ഒരിക്കലും ചുമ്മാ തോന്നിയ രീതിയിൽ ഒരു വിധി പറയത്തില്ല. അതിന് എവിഡൻസ് കാര്യങ്ങൾ ഇപ്പം ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു 7-8 വർഷം ഇതിന്റെ കേസ് വിസ്താരം കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദിലീപ് ഇപ്പം കുറ്റമുക്തനായിട്ട് വന്നേക്കണേ. അപ്പം ആളുടെ സൈഡിലും ശരിയുണ്ടാവും, പുള്ളി ചിലപ്പം ട്രാപ്പ് അയക്കണമാവാം.
എന്താണെന്ന് ഇപ്പം നമുക്കൊരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും പുള്ളിയുടെ സൈഡിൽ ന്യായമുണ്ടെങ്കിൽ പുള്ളിക്ക് ഇപ്പം പുള്ളി ഇപ്പം കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് പുള്ളിനെ പെടുത്തിയതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ അന്വേഷണം വരട്ടെ. അതിന് തിരിച്ചുള്ള എന്താണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്, പുള്ളിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതും പുറത്ത് വരട്ടെ. എന്നാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നീതി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ ദിലീപിനാണ് നീതിയെങ്കിൽ ദിലീപിന് ആ നീതി വേണം. അല്ലാതെ ഇപ്പം അയാളെ മാത്രം ക്രൂശിച്ച് അയാളുടെ കരിയർ നശിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കിതാണ് പേഴ്സണലായിട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിനിമ റിലീസ് ചെയ്യുമ്പം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു കാരണത്തെ ബേസ് ചെയ്തിട്ട് പോയി കാണാതിരിക്കുക എന്നതല്ല. നല്ലൊരു സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. നല്ല രീതിയിൽ സിനിമയും മുന്നോട്ട് വരണം. കാരണം നമ്മൾ ഇപ്പം പല സിനിമ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ എപ്പോഴും നല്ലൊരു നടനാണ് ദിലീപ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഒരു നടനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല സിനിമകൾ മുന്നോട്ട് വരണം. അല്ലെ ഒരാളെ പേഴ്സണലി നമ്മൾ അയാളെ മോശമാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയായാലും അയാളുടെ കരിയറും നമ്മൾ നശിപ്പിക്കുന്നത് ശരിയല്ല. എനിക്ക് പേഴ്സണലി ഇതാണ് പറയാനുള്ളത്. ബേസിക്കലി അദ്ദേഹം വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൽ വിക്ടിമായിട്ടുള്ള ആൾക്കും അതേ ഒരു ഫീൽഡുള്ള ഒരാളാണ്. ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കിതിൽ തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ലീഗലി നല്ലപോലെ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ, അത് എന്തായാലും അദ്ദേഹത്തിന്റെ വിധിയിൽ ഈ ഒരു കേസിൽ അദ്ദേഹം വളരെ ഒരു കുറ്റക്കാരനും അല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കാരണത്താൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് കാര്യം. ഇപ്പം നമ്മളും ചോറ് തന്നെയാണ് ഉള്ളുന്നത്. കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അതിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് കാര്യം. പക്ഷേ ഒരു കുറ്റവും അദ്ദേഹത്തിന്റെ പേരിൽ ഏൽക്കാതെ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയാൻ കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടതി അദ്ദേഹം സാധിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഡിപ്പെൻസ് ആണ്. നമുക്ക് അത് ഒരിക്കലും അങ്ങോട്ട് കാര്യം ഒരു 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 ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് കോടതിയാണ് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക മാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ കോടതിയിൽ നിന്നും ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കോടതി നൽകുന്ന ഒരു വിധി ആ കോടതിക്ക് കിട്ടുന്ന തെളിവുകളും സാക്ഷിമൊഴികളും ബേസിസിലാണ്. അപ്പം അതിനെ സ്വാധീനിക്കാൻ പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം ഈ ഒരു കോടതി വിധിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പേഴ്സണലി എനിക്ക് അതിനോട് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നേരിടാനും അതിലെന്തെങ്കിലും കാരണത്താൽ കുറ്റം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം അവർക്കെതിരെ എന്താ പറയാ അതിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് സപ്പോർട്ടീവാണ്. ആ ഒരു വിക്ടിമിനെതിരായിട്ട് പറയുന്ന പല കാര്യങ്ങളും. കാര്യം എല്ലാവരും ആ ലേഡിക്ക് അനുകൂലമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അത് വളരെ നമ്മൾ ഇന്നത്തെ കാലത്ത് അത് വളരെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണലി എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഒരാളെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകളും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾ നാളൊരു സമയത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഒരു പ്രീതിയായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെ മാറുമ്പോൾ പിന്നീട് അത് നേടിയെടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമകളും വിജയിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനെ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാതെ ഒരാൾ മാത്രം തീരുമാനം എടുത്തുകൊണ്ടത് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.